വകയിൽ ഒരു പെങ്ങളായിട്ട് വരുമാര് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പിന്നെ അമ്മായിയായിട്ട് വരുന്ന ആളാണ് ആര്? മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ പേര് ചോദിച്ചു. അബ്ബാസ് തങ്ങൾ എപ്പോഴും പറയും, ഇവര് ആദ്യം ഒരു പുരുഷൻ കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെട്ടു. രണ്ടാമത് ആൾ കല്യാണം കഴിച്ചു, അയാൾ തലാക്കും ചെയ്തു. അപ്പോ എപ്പോഴും കുടുംബത്തിലൊരു പെണ്ണ് കെട്ടിക്കാതെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സിനൊക്കെ ഉണ്ടാവുമല്ലോ. അത് അബ്ബാസ് തങ്ങൾക്കുണ്ട്. റസൂലുള്ളാഹിനോട് എപ്പോഴും ഇങ്ങനെ പറയും. അപ്പൊ നബി തങ്ങൾ ഒരു പ്രാവശ്യം ഹജ്ജ് മാസത്തിൽ വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങളെ വകയിലെ ഉണ്ട് എന്ന് പറഞ്ഞു. മക്കയിൽ നിന്ന് 10 മൈലുകൾക്ക് അകലെയാണ് അവർ താമസിക്കുന്നത് എന്ന് കിതാബിൽ കാണാം. ഇന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോ അവരെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ച പേര് പറഞ്ഞപ്പോ റസൂലുള്ളാഹി മാറ്റിക്കൊടുത്ത മൈമൂന, ബർക്കത്തുള്ളവൾ എന്ന് പേരിടാൻ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അപ്പോ ആ പേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് കൂടാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ ചെന്നൊക്കെ ബഹുമാനപ്പെട്ട മൈമൂന ബീബി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന കൊച്ചു വീട്. പിന്നീട് മൈമൂന ബീബി വീട്ടിന്റെ അകത്ത് തന്നെ ഒരു കുബ്ബ. മൈമൂന ബീബിക്ക് പ്രത്യേകം ഇബാദത്ത് ചെയ്യാൻ പ്രത്യേക സ്ഥലം. മൈമൂന ബീബി അങ്ങേയറ്റം വീട്ടിന്റെ അകത്ത് ഒതുങ്ങിക്കൊണ്ട് വലിയ ഇബാദത്ത് എടുക്കുന്ന ബീബിയ. തഖിയ്യ എന്ന സ്ഥാനപ്പേര് കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൈമൂന ബീബിക്ക്. ആ മൈമൂന ബീബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നപ്പോൾ ബഹുമാനപ്പെട്ട ബീബി നിസ്കരിക്കുന്ന സ്ഥലത്ത് 2 തൂണ് ഇപ്പുറത്തും ഇതിനെ നടുക്കാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം. അവിടെ ഒരു കയറിന്റെ കഷ്ണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ച, മൈമൂനോ, റസൂലുള്ള ഭാര്യമാരെ ആയിഷു എന്ന് വിളിച്ചാൽ എന്തൊരു രുചിയാണ്, ഖദീജു എന്ന് വിളിച്ചാൽ എന്തൊരു രസമാണ്. മൈമൂന ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാനും റസൂലുള്ളാഹിയും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അശുദ്ധിയാകുമ്പോ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തു വെച്ചു. ഞാൻ ആദ്യം പോയി കുളിച്ചപ്പോ പകുതി വെള്ളം തോൽപാത്രത്തിൽ ബാക്കിയുണ്ട്. അതിൽ പോയിട്ട് റസൂലുള്ളാഹിയും കുളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നബി അത് ഞാൻ കുളിച്ച ബാക്കിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി എന്നെ തമാശയാക്കിയിട്ട് പറഞ്ഞു, വെള്ളത്തിന് അശുദ്ധി ഒന്നുമില്ലല്ലോ, വെള്ളത്തിന് ജനാപത്തില്ലല്ലോ എന്ന് റസൂലുള്ളാഹി എന്നോട് തമാശ പറഞ്ഞു എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. അത്ര ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ രസകരമായിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് പറയാനുള്ളത്. നിങ്ങളെ ഭാര്യനോട് നിങ്ങളെ പറ്റി ചോദിച്ചാൽ എന്തേക്കാരാണ്? നാളെ ഒരു ഫോൺ ചെയ്ത് പിന്നെന്തേനാവാ, പിന്നെ കേട്ട് വിളിച്ചില്ല, വിളിച്ചാത്തോ നന്നായി. അതതിന്റെ ബാക്കിൽ മെല്ലെ പറഞ്ഞതാട്ടോ, അള്ളാഹു കാക്കട്ടെ. അത് നിങ്ങൾക്ക് ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും പാടില്ല. അതല്ല വേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മുടെ ഉമ്മയോടായാലും ആരോട് ഫോൺ ചെയ്യുന്ന ആൾ അങ്ങേ തലക്ക് ഏത് അവസ്ഥയിലാണ് നമ്മൾ കാണുന്നില്ലല്ലോ. നേരിട്ട് മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടു, കുഴപ്പമില്ല. അതേസമയത്ത് ഫോൺ ചെയ്യുന്ന ആൾ അപ്പൊ ഏത് അവസ്ഥയിലാണ് അവിടെ ഉള്ളത്, നമ്മളിവിടെ ഏതവസ്ഥയിലാണുള്ളത് അറിയില്ല. അപ്പൊ ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം, വളരെയധികം ശ്രദ്ധ വേണം, എപ്പോഴും ശ്രദ്ധ. അതേസമയത്ത് ഇങ്ങനെ നോക്കി നമ്മളിത് പഠിക്കായിട്ടാണ് നമ്മൾ ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ വേറൊരാൾക്ക് വിളിച്ചു